തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18:1 മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ പറയുന്നു. ക്രൈസ്തവ ലോകത്തുള്ള ഏറിയ കൂറ് ജനങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്ന് ചിന്തിക്കുവാൻ കഴിയുകയില്ല. കാരണം പ്രാർത്ഥിക്കുന്നു എന്നതിലുപരി എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവം ശ്രദ്ധിക്കുന്നു. മനുഷ്യരിൽ നിന്നുയരുന്ന പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയും പരമാർത്ഥതയും സർവശക്തനായ ദൈവം സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. യെശയ്യാവിന്റെ പുസ്തകം 29:13 ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എങ്കിൽ നിന്ന് ദൂരത്ത് വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയാകുന്നു എന്ന് വായിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരമാണെന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. യഹൂദന്മാർ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വള്ളിപുള്ളി തെറ്റാതെ അനുഷ്ഠിക്കുമായിരുന്നു. എങ്കിലും അതിൽ പാപങ്ങളെ കുറിച്ച് ഉള്ള അനുതാപമോ പുതിയ സൃഷ്ടിയാകുവാനുള്ള ആവേശമോ ദൈവത്തോടുള്ള സ്നേഹ ആദരവുകളോ ഇല്ലായിരുന്നു എന്ന് കാണാം. യെശയ്യാവിന്റെ പുസ്തകം 30:21 നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ വഴിയിൽ നടക്കണം. അപ്പോസ്തലപ്രവൃത്തി 9:11 ദമസ്കോസിൽ നേർവീതി എന്ന തെരുവിൽ യൂദയുടെ വീട്ടിൽ പാർക്കുന്ന തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനായവനെ അന്വേഷിക്കുവാൻ കർത്താവ് പറയുന്നു. കാരണം അവൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രവൃത്തിയും ചിന്തയും നിരൂപണങ്ങൾ പോലും ദൈവം ഗ്രഹിക്കുമെന്ന് നാം മനസ്സിലാക്കണം. 139 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളെയൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേൽ ഇല്ല എന്ന് കാണാം. തന്റെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിന്റെ വാതായനങ്ങളെ തുറന്ന പൗലോസ് തന്റെ ആത്മീയ മക്കളോട് പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ലോകത്തിന്റെ മോഹങ്ങളിലേക്കോ പാപത്തിന്റെ പെരുവഴികളിലേക്കോ ശ്രദ്ധ തിരിക്കുവാൻ ഇടയാകാതെ ദൈവസന്നിധിയിൽ ഉയരുവാനും വളരുവാനും ഇടവിടാതെയുള്ള നമ്മുടെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥന എന്നാൽ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സദാസമയവും ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദൈവം തന്റെ അനുഗ്രഹവുമായി മനുഷ്യനെ വിളിക്കുമ്പോൾ മനുഷ്യൻ തന്റെ പ്രാർത്ഥനയുമായി ദൈവത്തോടെ ഐക്യപ്പെടണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് കാണാം. യേശു തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പ്രാർത്ഥിച്ചതായി സുവിശേഷങ്ങളിൽ പറയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:12-13 വാക്യങ്ങളിൽ ആ കാലത്തെ അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു എന്ന് കാണാം. യേശു ലാസറിന്റെ കല്ലറയിലും ഗത്സമന തോട്ടത്തിലും പ്രാർത്ഥിച്ചതായി കാണുന്നു. ദൈവപുത്രനായ യേശു നിരന്തരം പ്രാർത്ഥിച്ചുവെങ്കിൽ മനുഷ്യരായ നമുക്ക് പ്രാർത്ഥന എത്രയോ ആവശ്യമാണ്. 16 സങ്കീർത്തനം 8 വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും പ്രാർത്ഥനയാൽ ജയിക്കണം. പ്രാർത്ഥന ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടനെ നേരെ തോൽക്കാത്ത ആയുധവുമാണ്. നാം എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 5:15 2 എളിമയോടെ പ്രാർത്ഥിക്കണം. ദാനിയേലിന്റെ പുസ്തകം 10:12 3 ക്ഷമിച്ചു പ്രാർത്ഥിക്കണം. മർക്കോസിന്റെ സുവിശേഷം 11:25 ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.